PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും വേണ്ടി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ നിന്നും 9ാമത്തെ മൊഡ്യൂളാണ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ്. ഇതിൽ വരുന്നത് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഓഫ് RBI, കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ഓർ RTGS, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓർ നെഫ്റ്റ്, Immediate Payment Service or IMPS, Indian Financial System Code or IFSC, Automated Teller Machine or ATM, Debit Card, Credit Card, RuPay Card, Internet Banking, Mobile Banking, Digital Banking, Digital Signature, Digital Certificate, Digital Wallet, Cash Deposit Machine, Check Truncation System, Cashless Payment System, Cashless Economy, International Payment System, Society for Worldwide Interbank Financial Telecommunication അഥവാ സ്വിഫ്റ്റ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ 9ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആദ്യം ഇലക്ട്രോണിക് ബാങ്കിങ്. ഇൻ്റർനെറ്റ് പോലെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇറ്റ് ഈസ് ദി ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ്. ഇറ്റ് ഇനേബിൾസ് ദ കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് ടു ഡു ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വിതൗട്ട് വിസിറ്റിംഗ് ബാങ്ക് ബ്രാഞ്ചസ്. ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചസിൽ പോകാതെ തന്നെ കസ്റ്റമേഴ്സിന് ബാങ്കിങ് സർവീസസ് അവൈലബിൾ ആകുന്നു. In addition to customer service, electronic banking is also used for transactions between bank to bank, bank to central bank and branch to branch. കസ്റ്റമർ സർവീസ് മാത്രമല്ല, ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻസിനും ബാങ്കും സെൻട്രൽ ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷനും ഒരു ബാങ്കിൻ്റെ തന്നെ ബ്രാഞ്ച് ടു ബ്രാഞ്ച് ട്രാൻസാക്ഷനും ഒക്കെ ഇലക്ട്രോണിക് ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുന്നത് നെഫ്റ്റ്, RTGS, IMPS, UPI തുടങ്ങിയ ചാനലുകൾ വഴിയാണ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് ചാനൽ വഴി ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് മറ്റു ബ്രാഞ്ചിലേക്കോ ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. കസ്റ്റമർക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫറും ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫറും ഉൾപ്പെടുന്നതാണ്. ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫറും ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ അക്കൗണ്ട്സ് ഓഫ് വൺ ബാങ്ക്. ഒരു ബാങ്കിലെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് വേറൊരു ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻ്റർ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇൻട്രാ ബാങ്ക് ട്രാൻസ്ഫർ മീൻസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദി അക്കൗണ്ട്സ് ഓഫ് വൺ ബാങ്ക് and interbank transfer means transfer of fund between the accounts of different banks. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നെഫ്റ്റ്. നെഫ്റ്റ് മീൻസ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം മെയിൻറ്റെയിൻഡ് ബൈ RBI. 2005 നവംബറിലാണ് നെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. നെഫ്റ്റ് ത്രൂ എത്ര ക്യാഷ് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാം. മിനിമം മാക്സിമം ലിമിറ്റ് ഇല്ല. നോ മിനിമം നോ മാക്സിമം ലിമിറ്റ് ഇൻ നെഫ്റ്റ്. നെഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫേർഡ് നെറ്റ് സെറ്റിൽമെൻറ്റ്. അതായത് എല്ലാ ട്രാൻസാക്ഷനും ഒരു ബാച്ചായിട്ട് അവർലി ബേസിസിലാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. നെഫ്റ്റ് ഹാസ് ഫിക്സഡ് ബാച്ച് ടൈം സ്ലോട്ട്സ് ആൻഡ് ടേക്ക് അറൗണ്ട് 2 hours ഫോർ ദ റെസിപ്പിയൻറ്റ് ടു റിസീവ് ദ ഫണ്ട്. റെസിപ്പിയൻറ്റിന് ഫണ്ട് റിസീവ് ചെയ്യുന്നതിന് 2 മണിക്കൂർ എടുക്കും. അതായത് അവർലി ബേസിസിലാണ് എല്ലാ ട്രാൻസാക്ഷനും ഒരു ബാച്ചായിട്ട് അവർലി ബേസിസിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. നെഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഹാഫ് ആൻ അവറാണ്. ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഓഫ് നെഫ്റ്റ് ഈസ് ഹാഫ് അവർലി ബേസിസ്. ആർക്കാണോ പണം അയക്കേണ്ടത് അവരുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് നെഫ്റ്റ് ത്രൂ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും.
ഫ്രം 2019 നെഫ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ 24/7 ബേസിസ്. 2019 മുതൽ നെഫ്റ്റ് ട്രാൻസാക്ഷൻ ഏത് സമയത്തും നടത്താം. 24 മണിക്കൂർ 7 ഡേയ്സ് ഒക്കെ അവൈലബിൾ ആണ്. നെഫ്റ്റ് ത്രൂ ഓൺലൈനായി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സർവീസ് ചാർജസ് ഈടാക്കുകയില്ല. ഫ്രം ജാനുവരി 2020 RBI ഹാസ് ഇൻസ്ട്രക്റ്റഡ് ഓൾ ബാങ്ക്സ് നോട്ട് ടു ലെവി എനി ചാർജസ്. അപ്പം ഇതാണ് നെഫ്റ്റ്. ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെഫ്റ്റ്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ മെയിൻറ്റെയിൻ ചെയ്യുന്ന RBI ആണ്. നിലവിൽ വന്നത് 2005 നവംബറിലാണ്. നെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മിനിമം ലിമിറ്റോ മാക്സിമം ലിമിറ്റോ ഇല്ല എന്നുള്ളതാണ്. അടുത്തത് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. RTGSും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 മാർച്ചിലാണ്. ഓപ്പറേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും RBI ആണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ March 2004. RTGS system is maintained and operated by the RBI. RTGS is based on gross settlement or real time basis. അതായത് നെഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എല്ലാ ട്രാൻസാക്ഷനും ഹാഫ് അവർ ബേസിസിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ RTGSൽ റിയൽ ടൈം ബേസിസിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അന്നേരം തന്നെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ആവുന്നു. വലിയ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് സാധാരണ RTGS ഉപയോഗിക്കുന്നത്. മിനിമം ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. മാക്സിമം ലിമിറ്റ് ഇല്ല. RTGS എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് പുഷ് സിസ്റ്റമാണ്. RTGS is a method of enable online clearing and settlement of payment on a real-time basis across banks in different cities. The minimum amount to be transferred through RTGS is 2 lakh. RTGSലൂടെ ട്രാൻസ്ഫർ ചെയ്യാവുന്ന മിനിമം എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. മാക്സിമം ലിമിറ്റ് ഇല്ല. ദർ ഈസ് നോ അപ്പർ ലിമിറ്റ് ഓൺ RTGS ട്രാൻസാക്ഷൻ. RTGSൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മിനിമം 2 ലക്ഷം രൂപ വേണം. എന്നാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോസസ്സിംഗ് സ്പീഡാണ്. ബെനിഫിഷ്യറി നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് റിയൽ ടൈം ബേസിസിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. RTGS നിലവിൽ വന്നത് 2004ലാണ്. അടുത്തത് IMPS മീൻസ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇതും ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സർവീസ് ത്രൂ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് IMPSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. IMPS also allow customers to transfer fund by using their registered mobile number and MMID. MMID എന്ന് പറഞ്ഞാൽ മൊബൈൽ മണി ഐഡൻറ്റിഫയർ. MMIDയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ IFSC ഉപയോഗിച്ച് നമുക്ക് ഇതിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. MMID എന്ന് പറയുന്നത് ഒരു 7 ഡിജിറ്റ് നമ്പറാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കാണ്. IMPSലൂടെ മണി റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പറാണ് MMID, മൊബൈൽ മണി ഐഡൻറ്റിഫയർ. ഇത് 7 ഡിജിറ്റ് നമ്പറാണ്. IMPS നിലവിൽ വന്നത് 2010ലാണ്. IMPSൻ്റെ ഓണർ NPCI ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം, അതായത് നെഫ്റ്റും RTGSും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും RBI ആണ്. എന്നാൽ IMPS കൊണ്ടുവന്ന ആരാണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NPCI. ഇതും ഒരു റിയൽ ടൈം സെറ്റിൽമെൻ്റ് ആണ്. അതായത് റിയൽ ടൈം ബേസിസിലാണ്, ആ സ്പോട്ടിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. IMPSലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മിനിമം ലിമിറ്റ് ഇല്ല. എന്നാൽ മാക്സിമം ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. ഇൻ IMPS മാക്സിമം എമൗണ്ട് ഓഫ് ട്രാൻസ്ഫർ ഈസ് 2 lakh. IMPS എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ആണ്. ഇത് ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. 2010 നിലവിൽ വന്നു. ഇത് കൊണ്ടുവന്ന ആരാണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. റിയൽ ടൈം ബേസിസിലാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും MMID ഉപയോഗിച്ചും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ IFSC കോഡും അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. IMPSലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. മൊബൈൽ ഫോൺ ത്രൂ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വേറൊരു സിസ്റ്റമാണ് UPI മീൻസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇത് 2016ലാണ് നിലവിൽ വരുന്നത്. ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് സിസ്റ്റം
which facilitate funds transfer between two bank account by using a mobile application. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ UPI ആപ്പ് ഉപയോഗിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത്. എ സിംഗിൾ UPI ആപ്പ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ബാങ്ക് അക്കൗണ്ട്. Customer need not enter bank account number and IFSC for fund transfer. They need to know the registered mobile number of the UPI user only. Unified പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ UPIയിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അക്കൗണ്ട് നമ്പറോ IFSC കോഡോ അറിയണമെന്നില്ല. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ ഭീം, GPay, ഫോൺപേ എക്സെട്ര. GPay, ഫോൺപേ ഒക്കെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അക്കൗണ്ട് നമ്പറോ IFSC കോഡോ അറിയേണ്ട ആവശ്യമില്ല. മൊബൈൽ നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. IMPSനെ പോലെ തന്നെ UPIയും ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. എന്നാൽ ഇപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ടൈമോ സ്ഥലമോ ഒന്നും നോക്കേണ്ടതില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതാണ് UPI അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അടുത്തത് IFSC, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഡാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അല്ലെങ്കിൽ IFSC എന്ന് പറയുന്നത്. ഇതിന് 11 ക്യാരക്ടേഴ്സ് ആണുള്ളത്. മിക്കവാറും ചോദിക്കുന്നതാണ്. IFSC ഹാവിങ് 11 ക്യാരക്ടേഴ്സ്. IFSC പ്രൊവൈഡഡ് ബൈ RBI ടു ഈച്ച് ആൻഡ് എവരി ബാങ്ക്സ് ബ്രാഞ്ച്. ഓരോ ബാങ്കിൻ്റെയും ബ്രാഞ്ചിനാണ് ഈ IFSC കോഡ് കൊടുക്കുന്നത്. പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. IFSC കോഡ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ മണി യൂസിങ് RTGS, NEFT ഓർ IMPS മെത്തേഡ്. RTGS, NEFT, IMPS വഴിയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഏത് ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്കാണോ പണം അയക്കേണ്ടത് ആ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് അറിയണം. IFSC എന്ന് പറയുന്നത് 11 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. ഇതിൻ്റെ ആദ്യത്തെ 4 നമ്പർ സൂചിപ്പിക്കുന്നത് ബാങ്കിനെയാണ്. 5ാമത്തെ നമ്പർ എപ്പോഴും 0 ആണ്. അവസാനത്തെ 6 നമ്പർ സൂചിപ്പിക്കുന്നത് ബാങ്കിൻ്റെ ബ്രാഞ്ചിനെയാണ്. ഫസ്റ്റ് 4 ഡിജിറ്റ് ഇൻ IFSC കോഡ് മെൻഷൻ ബാങ്ക്. ലാസ്റ്റ് 6 ഡിജിറ്റ് ഇൻ IFSC കോഡ് മെൻഷൻ ബ്രാഞ്ച്. 5th ഡിജിറ്റ് ഇൻ IFSC കോഡ് ഈസ് 0. ഇതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അല്ലെങ്കിൽ IFSC. അടുത്തത് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മോഡിലുള്ള ATM കാർഡാണ്. ഇറ്റ് ഈസ് എ പ്രീപെയ്ഡ് കാർഡ് ആൻഡ് ഓൾസോ നോൺ ആസ് ATM കാർഡ്. പ്രീപെയ്ഡ് കാർഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഡെബിറ്റ് കാർഡ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുക. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഡെബിറ്റ് കാർഡ് എല്ലാം ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് എ സ്മോൾ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ യുണീക്ക് നമ്പർ മാപ്ഡ് വിത്ത് ദ ബാങ്ക് അക്കൗണ്ട് നമ്പർ. Debit card serves a dual purpose. They allow users to withdraw money from his bank account through an ATM and also allows the users to make purchases. ഡെബിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതിന് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. ATMൽ നിന്ന് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസസ് മേക്ക് ചെയ്യാനും കഴിയും. നമുക്ക് ഷോപ്പിംഗ് നടത്തുന്നതിനും ഓൺലൈൻ പർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ് എലിമിനേറ്റ് ദ നീഡ് ടു ക്യാരി ക്യാഷ് ഓർ ഫിസിക്കൽ ചെക്ക് ടു മേക്ക് പർച്ചേസസ് ഡയറക്ട്ലി ഫ്രം അവർ സേവിങ്സ്. അതായത് ഫിസിക്കൽ ക്യാഷ് അല്ലെങ്കിൽ ഫിസിക്കൽ ചെക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ഡെബിറ്റ് കാർഡ് സോ കോൾഡ് ബിക്കോസ് ദ എമൗണ്ട് ഇൻ ദ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഓൺ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആവുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ് ഫൗണ്ട് ചെയ്തത് ലോറൻസ് ഗാർണിയർ ആണ്. ബ്രിട്ടനിലെ ലോറൻസ് ഗാർണിയർ ആണ് ഡെബിറ്റ് കാർഡ് ഫൗണ്ട് ചെയ്തത്. ഫസ്റ്റ് ബാങ്ക് യൂസ്ഡ് ഡെബിറ്റ് കാർഡ് ഇൻ ഇന്ത്യ ഈസ് സിറ്റി ബാങ്ക് ബാംഗ്ലൂർ. 1987 സിറ്റി ബാങ്ക് ബാംഗ്ലൂർ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. എ ഡെബിറ്റ് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് വെൻ മേക്കിംഗ് പർച്ചേസസ്. അടുത്തത് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതാണ് പ്ലാസ്റ്റിക് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നൊക്കെ അറിയപ്പെടുന്നത്. ക്രെഡിറ്റ് കാർഡ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പ്ലാസ്റ്റിക് കാർഡ് ഓർ പ്ലാസ്റ്റിക് മണി. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് എമൗണ്ട് ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് ഫൗണ്ട് ചെയ്തത് ജോൺ ബെഗിൻസ് ആണ്. അമേരിക്കക്കാരനാണ്. ജോൺ ബെഗിൻസ് എന്ന ആളാണ് ക്രെഡിറ്റ് കാർഡ് ഫൗണ്ട് ചെയ്തത്. ആദ്യം അഡോപ്റ്റ് ചെയ്ത രാജ്യം ജപ്പാൻ. ക്രെഡിറ്റ് കാർഡ് വാസ് ഫസ്റ്റ്ലി അഡോപ്റ്റഡ് ബൈ ജപ്പാൻ. ഒരു പ്രീ സെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് വെച്ചിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് ആ ഒരു കാർഡ് ഉപയോഗിച്ച് ക്യാഷ് കൊടുക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ക്രെഡിറ്റ് കാർഡ് ഗീവ് കസ്റ്റമേഴ്സ് എ പ്രീ സെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് വിച്ച് ഹി ക്യാൻ യൂസ് ടു പേ ഫോർ ഹിസ് പർച്ചേസ് വിത്തൗട്ട് ഹാവിംഗ് ടു പേ ഇൻ ക്യാഷ് ഓർ ഇഷ്യൂയിങ് എ ചെക്ക്. Credit limit of the card is decided by the financial institution depending upon the customer's credit score and monthly income. കസ്റ്റമറുടെ ക്രെഡിറ്റ് ലിമിറ്റും അതുപോലെ ക്രെഡിറ്റ് സ്കോറും അതുപോലെ മന്ത്ലി ഇൻകവും നോക്കിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പ്ലാസ്റ്റിക് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡാണ്. ഫൗണ്ട് ചെയ്ത ആളാണ് ജോൺ ബെഗിൻസ്. ആദ്യം അഡോപ്റ്റ് ചെയ്ത രാജ്യം ജപ്പാൻ. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഡെബിറ്റ് കാർഡിൽ നമ്മുടെ തന്നെ അക്കൗണ്ടിൽ നമ്മുടെ തന്നെ ക്യാഷാണ് പേ ചെയ്യുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾക്ക് കടത്തിന് തരുന്നതാണ്. മന്ത്ലി അത് റീപേ ചെയ്യണം. ഈ ക്രെഡിറ്റ് ലിമിറ്റ് തീരുമാനിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ മന്ത്ലി ഇൻകവും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് സ്കോറും നോക്കിയാണ്. അടുത്തത് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് ഈസ് സിമിലർ ടു ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. സൈസും ഷേപ്പും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെ തന്നെയാണ് സ്മാർട്ട് കാർഡ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എംബഡഡ് കമ്പ്യൂട്ടർ ചിപ്പ് എയ്തർ എ മെമ്മറി ഓർ മൈക്രോ പ്രോസസർ ദാറ്റ് സ്റ്റോഴ്സ് ആൻഡ് ട്രാൻസാക്ട് ഡാറ്റ. ഇൻബിൽറ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉള്ള കാർഡുകളെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. A smart card contains more information than other types of cards. Its memory makes the card smart. അഡീഷണൽ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ ചിപ്പ് ഇൻബിൽറ്റ് ആയിട്ടുള്ള കാർഡുകളെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. റുപേ കാർഡ് എന്ന് പറയുന്നത് വിസ കാർഡ് അതുപോലെ മാസ്റ്റർ കാർഡ് പോലെയുള്ള ഒരു കാർഡ് സ്കീമാണ്. ഇത് ഇന്ത്യൻ ഡൊമസ്റ്റിക് കാർഡ് സ്കീമാണ്. റുപേ കാർഡ് വാസ് ലോഞ്ച്ഡ് ഓൺ 26 മാർച്ച് 2012. 2012 മാർച്ച് 26 റുപേ കാർഡ് ലോഞ്ച് ചെയ്തത്. എന്നാൽ ഇന്ത്യക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് 2014 മെയ് 8 The Rupee card was launched on 26th March 2012 and was dedicated to India on 8th May 2014. റുപേ കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യൻ ഡൊമസ്റ്റിക് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. അതുപോലെ തന്നെ ഫാസ്റ്ററാണ്. ആർക്കും ആക്സസ് ചെയ്യാം. റൂറൽ ഏരിയയിലും കൂടി ഈ ഒരു കാർഡ് ആക്സസ് ചെയ്യാൻ കഴിയും. അടുത്തത് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് നടത്തുന്ന ബാങ്കിങ് സർവീസാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ബാങ്കിങ് സർവീസ് പ്രൊവൈഡഡ് ഓവർ ബൈ ദി ഇൻ്റർനെറ്റ് കണക്ഷൻ. കസ്റ്റമർ ഗോട്ട് ദ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ടു ആക്സസ് ഓൺലൈൻ അക്കൗണ്ട്. ഓൺലൈൻ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിന് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വേണം. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു ബാങ്കിങ് സർവീസ് നടത്തുന്നത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു എനി ബാങ്കിങ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ജനറലി ത്രൂ ബാങ്ക്സ് വെബ്സൈറ്റ്. ത്രൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് a customer can view his account balance, recent transactions, downloading bank statement, viewing image of paid check, fund transfer, bill payment, credit card application, loan application, request for checkbook, സ്റ്റോപ്പ് പേയ്മെൻറ്റ് എക്സെട്ര. ഈ കാര്യങ്ങളെല്ലാം ബാങ്കിൽ പോകാതെ തന്നെ കസ്റ്റമർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ കഴിയും. അടുത്തത് മൊബൈൽ ബാങ്കിങ് ആണ്. അതായത് മൊബൈൽ ത്രൂ നടത്തുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് മൊബൈൽ ബാങ്കിങ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് അലൗസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ കസ്റ്റമർ ടു കണ്ടക്ട് എ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ത്രൂ ഹിസ് മൊബൈൽ ഫോൺ ഓർ ടാബ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ ബാങ്കിങ് സർവീസ് നടത്തിയത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ്. എന്നാൽ മൊബൈൽ ബാങ്കിങ്ങിൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ SBIയുടെ വെബ്സൈറ്റ് ത്രൂ ബാങ്കിങ് സർവീസ് നടത്തുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. എന്നാൽ SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ SBI യോനോ ഉപയോഗിച്ച് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. അതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം.
Mobile banking uses software usually called an app provided by financial institution for the purpose. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, ഇതിനെ ആപ്പ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബാങ്കിങ് സർവീസ് നടത്തുന്നതാണ് മൊബൈൽ ബാങ്കിങ്. ദ ഏർലിയസ്റ്റ് മൊബൈൽ ബാങ്കിങ് സർവീസസ് ഓവർ SMS ആർ കോൾഡ് SMS ബാങ്കിങ്. SMS വഴി, അതായത് മൊബൈൽ ഫോണിലെ SMS വഴി നടത്തുന്ന ബാങ്കിങ് സർവീസിനെയാണ് SMS ബാങ്കിങ് എന്ന് പറയുന്നത്. ദ ഇൻട്രഡക്ഷൻ ഓഫ് സ്മാർട്ട് ഫോൺ വിത്ത് WAP വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ സ്റ്റാർട്ടഡ് മൊബൈൽ ബാങ്കിങ് ഇൻ 1999. 1999 മൊബൈൽ ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്. WAP അല്ലെങ്കിൽ വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോളോട് കൂടിയ സ്മാർട്ട് ഫോണിൻ്റെ ഇൻട്രഡക്ഷനോട് കൂടിയാണ് ഈ മൊബൈൽ ബാങ്കിങ് സാധ്യമായത്. മൊബൈൽ ബാങ്കിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് ബാങ്കിങ് ഓർ SMS ബാങ്കിങ്. ബാങ്കിങ് അല്ലെങ്കിൽ SMS ബാങ്കിങ് എന്നൊക്കെ പറയുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. അടുത്തത് ഡിജിറ്റൽ ബാങ്കിങ്. ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്, അല്ലെങ്കിൽ ബ്രോഡർ കൺസെപ്റ്റാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഡിജിറ്റൽ ബാങ്കിങ്ങിൽ വൈഡർ കൺസെപ്റ്റിൽ സാധ്യമാകും. ഇത് ഹൈ റേഞ്ച് പ്രോസസ് ഓട്ടോമേഷനാണ്, വെബ് ബേസ്ഡ് സർവീസസ് ആണ്. പേപ്പർ പ്രോസസ്സിങ് കമ്പയർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് ഹൈ ആക്യുറസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഡിജിറ്റൽ സിഗ്നേച്ചർ. 2000 IT ആക്റ്റാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ്, അതായത് ഇലക്ട്രോണിക് ഫോമിലൂടെ ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഇത് ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചറിന് ഇക്വാലൻ്റ് ആണ്. ഇലക്ട്രോണിക് സിഗ്നേച്ചറും ഡിജിറ്റൽ സിഗ്നേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഡിജിറ്റൽ സിഗ്നേച്ചറിന് കൂടുതൽ വാലിഡിറ്റി ഉണ്ട്. കാരണം ഇൻ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ദ വാലിഡേഷൻ ഈസ് നോട്ട് ഫങ്ഷൻഡ് ബൈ എനി അതോറിറ്റീസ് വിച്ച് മീൻസ് ഇറ്റ് ഈസ് ജനറലി നോട്ട് ഓതറൈസ്ഡ്. എന്നാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ട്രസ്റ്റഡ് അതോറിറ്റീസ് ഓതറൈസ് ചെയ്യുന്നുണ്ട്. ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് യൂഷ്വലി ഓതറൈസ്ഡ് ബിക്കോസ് വെരിഫിക്കേഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് കണ്ടക്റ്റഡ് ബൈ ട്രസ്റ്റഡ് അതോറിറ്റീസ്. പ്രധാനമായും 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്: ഓതൻറ്റിസിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, ഇൻറ്റഗ്രിറ്റി. സിഗ്നേച്ചർ സെൻഡ് ചെയ്യുന്ന ആളെ, അതായത് സെൻഡറെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഹെൽപ്പ് ചെയ്യും. അതാണ് ഓതൻറ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ദ സെൻഡർ കനോട്ട് ഡെനി ലേറ്റർ. സിഗ്നേച്ചർ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ അയച്ചതല്ല അല്ലെങ്കിൽ എൻ്റെ സിഗ്നേച്ചർ അല്ല എന്ന് നിഷേധിക്കാൻ സാധിക്കില്ല. അതാണ് നോൺ റെപ്യൂഡിയേഷൻ. മൂന്നാമത്തേത് ഇൻറ്റഗ്രിറ്റി. ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ദ മെസ്സേജ് വാസ് നോട്ട് ആൾട്ടേഡ്. ഒരിക്കൽ സെൻഡ് ചെയ്ത മെസ്സേജ് ഓൾട്ടർ ചെയ്താൽ അത് റിസീവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സിഗ്നേച്ചർ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ സഹായിക്കുന്നു. അപ്പോൾ പ്രധാനമായും 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്: ഓതൻറ്റിസിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, ഇൻറ്റഗ്രിറ്റി. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ പ്രധാനമായിട്ടും 2 കീസ് വർക്ക് ചെയ്യുന്നുണ്ട്: പ്രൈവറ്റ് കീ ആൻഡ് പബ്ലിക് കീ. പ്രൈവറ്റ് കീ ഈസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആൻഡ് ഈസ് യൂസ്ഡ് ഓൺലി ബൈ ദ സൈനർ ടു ക്രിയേറ്റ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. പ്രൈവറ്റ് കീ ഉപയോഗിക്കുന്നത് സെൻഡറാണ് അല്ലെങ്കിൽ സൈനറാണ്. സെൻഡർ അയച്ച സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസീവറാണ് ഈ പബ്ലിക് കീ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഡിജിറ്റൽ സിഗ്നേച്ചറിൽ വരുന്ന 2 കീസാണ്. പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നത് സെൻഡർ അല്ലെങ്കിൽ സൈനറാണ്. സെൻഡർ അയച്ച സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസീവറാണ് പബ്ലിക് കീ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇതുപോലെ തന്നെയാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു പ്രൂവ് ദ ഓണർഷിപ്പ് ഓഫ് എ പബ്ലിക് കീ. പബ്ലിക് കീ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാൻ കഴിയും. ഡിജിറ്റൽ വാലറ്റ് അല്ലെങ്കിൽ വാലറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസാണ്. അടുത്തത് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് മീൻസ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് ഫൗണ്ട് ചെയ്തത് 1973. സ്വിഫ്റ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1973 ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ 1977. 1973 ഫൗണ്ട് ചെയ്തെങ്കിലും ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1977. സ്വിഫ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്. സ്വിഫ്റ്റ് ഈസ് എ വാസ്റ്റ് മെസ്സേജിംഗ് നെറ്റ്വർക്ക് യൂസ്ഡ് ബൈ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ക്വിക്ക്ലി
accurately and securely send and receive information such as money transfer instructions. അതായത് ഇൻ്റർനാഷണൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് വേഗത്തിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് വഴി ബാങ്കിങ് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യാൻ കഴിയും. അതായത് മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സെൻഡ് ചെയ്യുന്ന ബാങ്കും റിസീവ് ചെയ്യുന്ന ബാങ്കും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് സ്വിഫ്റ്റ് വഴിയാണ്. ഓരോ ബാങ്കിനും ഒരു സ്വിഫ്റ്റ് കോഡ് ഉണ്ടാവും. ഒരു സ്വിഫ്റ്റ് കോഡ് അല്ലെങ്കിൽ ബാങ്ക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഉണ്ടായിരിക്കും. ഈ കോഡിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ബാങ്ക് കോഡിനെയാണ്. അടുത്ത 2 സൂചിപ്പിക്കുന്നത് കൺട്രി കോഡാണ്. നെക്സ്റ്റ് 2 ഡിജിറ്റ് ഇൻഡിക്കേറ്റ്സ് ലൊക്കേഷൻ കോഡ് ആൻഡ് ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ഇൻഡിക്കേറ്റ് ബ്രാഞ്ച് കോഡ്. അന്താരാഷ്ട്ര ബാങ്കിങ് ഇടപാടുകൾ നടക്കുമ്പോൾ ബാങ്കിങ് സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഈ സ്വിഫ്റ്റ് ത്രൂ ആണ്. സ്വിഫ്റ്റ് മീൻസ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് ഫൗണ്ട് ചെയ്തത് 1973 ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1977. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ്. ബാങ്കിങ്ങിലെ 9ാമത്തെ മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്